എല്ലാവർക്കും നമസ്കാരം. ISR നിന്നും പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. എക്സാമിനേഷൻ ഇല്ല. നമുക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. റിക്രൂട്ട്മെന്റിലേക്ക് എക്സാമിനേഷൻ ഇല്ല. ഇന്റർവ്യൂവിന്റെ ബേസിസാണ് സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത്. മൂന്നായിട്ടാണ് റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് എഞ്ചിനീയറിംഗ്, രണ്ടാമത്തേത് BA, BSc, BCom, മൂന്നാമത്തേത് ടെക്നീഷ്യൻ തുടങ്ങിയ തസ്തിയിലേക്കാണ് റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത്. സോ നമുക്ക് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിന്റെ വേക്കൻസി നോക്കാം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 12 വേക്കൻസി, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 10, ഇലക്ട്രിക്കൽ 5, സിവിൽ 4, ഇൻസ്ട്രുമെന്റേഷൻ 3, കെമിക്കൽ 2, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് 5, 41 വേക്കൻസിയാണ് എഞ്ചിനീയറിംഗിലേക്ക് വന്നിരിക്കുന്നത്. മാസം ട്രെയിനിങ് ടൈമിൽ 9,000 രൂപയാണ് സ്റ്റൈപ്പൻഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. BE ഓർ BTech ആണ് പറഞ്ഞിരിക്കുന്നത്. 65% മാർക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഗ്രാജുവേറ്റ് ആണ്. BA, BSc, BCom ആണ് പറഞ്ഞിരിക്കുന്നത്. BA 4 വേക്കൻസി, BSc 7 വേക്കൻസി, BCom 4 വേക്കൻസി ആണ്. ടോട്ടൽ 15 വേക്കൻസി ഉണ്ട്. 9,000 രൂപയാണ് ട്രെയിനിങ് ടൈമിൽ സ്റ്റൈപ്പൻഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. 60% മാർക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ടെക്നീഷ്യൻ അപ്രന്റീസ്ഷിപ്പ് ആണ്. മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, സിവിൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. 44 വേക്കൻസി ഉണ്ട്. 8,000 രൂപയാണ് സ്റ്റൈപ്പൻഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജിയാണ് പറഞ്ഞിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ ആയിട്ട്. 1 വർഷത്തേക്കാണ് ട്രെയിനിങ് ഉണ്ടായിരിക്കുന്നത്. എഞ്ചിനീയറിംഗിലേക്ക് 28 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. ഏജിന് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. 3 വർഷം OBCക്കും 5 വർഷം SC/ST കാൻഡിഡേറ്റ്സ് ലഭിക്കുന്നതാണ്. ഗ്രാജുവേറ്റിലേക്കും 28 വയസ്സാണ്. ടെക്നീഷ്യനിലേക്ക് 35 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓഫ്ലൈനായിട്ടുള്ള വാക്കിൻ ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ്. ഇന്റർവ്യൂ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇന്റർവ്യൂവിന്റെ പ്ലേസും കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അറ്റൻഡ് ചെയ്യുക. താങ്ക്